ജൂബീസ് ക്രിയേറ്റീവിന്റെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ CC പ്ലാന്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല എയർ പ്യൂരിഫയിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്. ഇത് കണ്ടത് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ലീഫൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ രൂപം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, അതൊരു വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു വളരെ ചെറിയൊരു പോട്ടായി പോയി. ഇപ്പം ഇതിനകത്ത് വളരെ തെങ്ങി ഇത് മാറ്റി നടേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതിനകത്തൊരു ഔട്ടർ പോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഔട്ടർ പോട്ടൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഔട്ടർ പോട്ട് ഭംഗിക്ക് വേണ്ടി നമ്മൾ ബെഡ്റൂമിലൊക്കെ വെക്കുമെങ്കിൽ ഔട്ടർ പോട്ടും കൂടെ വെച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് പറിച്ച് മാറ്റണം. ഞാൻ പറഞ്ഞു കണ്ട വളരെ ഇതിൻ്റെ അടിയിലേക്കൊക്കെ വേര് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിയില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു തൈ പോലും വരില്ല. കുറച്ച് നാളും കൂടി സർവൈവ് ചെയ്യും. കാരണം ഈ പ്ലാന്റ് ഇങ്ങനെയാണ്, വരൾച്ച എത്ര നാൾ വേണമെങ്കിലും സർവൈവ് ചെയ്യും. പക്ഷേ ഇവർക്ക് വെള്ളം തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം കൂടി ഇവർ അപ്പം തന്നെ ചത്തുപോകും. അപ്പോൾ ഇതിനകത്ത് നമുക്കിതൊന്ന് മാറ്റി ഞാൻ പറിച്ചെടുക്കാൻ തന്നെ പ്രയാസമാണ്, തിങ്ങി ഇരിക്കുകയാണ് കേട്ടോ. വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിനൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. നനവും തീരെ കുറവാണ്. വെള്ളം ഒഴിച്ചാൽ തന്നെ വെള്ളം ചെല്ലാനുള്ള സ്ഥലം ഇല്ല കേട്ടോ. വേരൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല തിങ്ങി നിറഞ്ഞ് വേരുകൾക്ക് ഓരോ സ്ഥലത്തേക്കും പോകാൻ പറ്റാതെ ശ്വാസം മുട്ടും അവയ്ക്ക്. ശ്വാസം മുട്ടിയിട്ട് എനിക്ക് തോന്നി എന്നെ കണ്ടപ്പോൾ ഈ ചെടി എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ. ഞാൻ അതാണ് ഇതിന് പറിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. നല്ല നല്ല ഹെൽത്തിയാണ്. കണ്ടോ റൈസോംസ് കണ്ടോ, റൈസോംസ് ഇങ്ങനെ ചുളുങ്ങിയിട്ടുണ്ട്. അതിന് വെള്ളം ഇല്ലാതെ കിട്ടാതെയായിട്ട് ഇങ്ങനെ കണ്ടോ, ചുളിവ് വീണ്ടിരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ നല്ല ഫ്ലഷി ആയിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ അത് മാറിക്കോളും. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് 2-3 പ്ലാന്റ് പോട്ടിലേക്ക് ഇട്ട് നടാട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. വലിയ പോട്ടിലേക്ക് മാറ്റി കഴിയുമ്പോൾ ധാരാളം തൈകളൊക്കെ വന്നോളും. ഞാൻ വലിയൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പോട്ടി മിക്സൊക്കെ അത്യാവശ്യം നമുക്കറിയാമല്ലോ, നല്ല ഇളക്കമുള്ളതായിരിക്കണം. മണൽ കുറച്ച് ചേർക്കണം, കുറച്ച് മണ്ണ്, പിന്നെ കൊക്കോപ്പിറ്റ്, പിന്നെ ജൈവവളം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെന്താ പറയുക, നമ്മൾ എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ ചേർക്കാറുണ്ടല്ലോ കേടാവാതിരിക്കാനൊക്കെ. അപ്പോൾ ഇത് വലിയ കേട് വരുന്ന പ്ലാന്റൊന്നും അല്ല, അറിയാമല്ലോ നമുക്ക്. ഇതിനെ ആകെപ്പാടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം കൂടുതൽ ഒഴിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ള മാത്രമാണ്. വെള്ളം കൂടിപ്പോൾ ചീഞ്ഞു പോകും. ഇപ്പം ഞാൻ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പോട്ടാകുമ്പോൾ മണ്ണും കൂടുതൽ വേണമല്ലോ. അപ്പോൾ പോട്ടിനകത്തേക്ക് മണ്ണിട്ട് കൊടുത്തു. നമ്മൾ പ്ലാന്റ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നടുക്ക് തന്നെ വെക്കണം പ്ലാന്റ് കേട്ടോ. അത് കൃത്യം നടുക്കായിരിക്കണം പ്ലാന്റ് നിൽക്കേണ്ടത്. ഇത് നമുക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അറിയാം, പറഞ്ഞല്ലോ, ഇത് ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം, ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം. ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല വേഗം വളരും. പക്ഷേ വെള്ളം കൂടി പോകരുത്, മഴ നേരിട്ട് വീഴുന്ന സ്ഥലത്ത് വെക്കരുത്, മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കാൻ. ഇൻഡോർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പുറത്തുകൊണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു. പിന്നെ പുറത്തിരിക്കുന്നതിന് അകത്തും വെക്കുക. അങ്ങനെ മാറി മാറി വെക്കുമ്പോൾ ഇതിൻ്റെ വളർച്ച നല്ല രണ്ടിൻ്റെയും വളർച്ച ഏകദേശം ഒരേപോലെ വരുന്ന കാണാം. എപ്പോഴും ബെഡ്റൂമിൽ തന്നെ വെച്ചാൽ അത് പ്ലാന്റ് രക്ഷപ്പെടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ ചുവട്ടിലെത്തുന്ന രീതിയിലുള്ള ഒഴിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരാഴ്ചയിലൊന്നോ 2 ആഴ്ചയിലൊന്നോ ഒക്കെ ഇതിന് വെള്ളം കൊടുത്താൽ മതി. ഇതിന് മീറ്ററുണ്ട് കൊണ്ട് നമുക്കറിയാം, വാട്ടർ ലെവൽ നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ തീരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അതിൻ്റെ മീറ്റർ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.